ഒരിക്കൽ ഒരാട്ടിൻകുട്ടി തടാകത്തിൽ നിന്ന് വെള്ളം കുടിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു മാൻ എത്തി അതിനെ തടഞ്ഞു. അതിനുശേഷം അതിനെ തന്നോടൊപ്പം മറ്റൊരിടത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇതെല്ലാം ഒരു കുറുക്കൻ കണ്ടു നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ വേഗത്തിൽ ആട്ടിൻകുട്ടിയുടെ അമ്മയുടെ അടുത്തെത്തി. നിന്റെ കുഞ്ഞിനെ ആ മാൻ കൂട്ടിക്കൊണ്ടുപോയി, അവൻ പറഞ്ഞു. ഇത് കേട്ട് ഭയന്ന അമ്മയാട് തൻ്റെ സുഹൃത്തായ സിംഹരാജന്റെ അടുത്തെത്തി. ആ മാൻ എൻ്റെ കുട്ടിയെ എങ്ങോട്ടോ കൂട്ടിക്കൊണ്ടുപോയി. അത് എൻ്റെ കുഞ്ഞിനെ എന്നിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുകയാണ്. ദയവായി എന്നെ സഹായിക്കൂ, അമ്മയാട് പറഞ്ഞു. സിംഹം ഉടൻ തന്നെ മാനിനെ തിരയാൻ പുറപ്പെട്ടു. അല്പദൂരം ചെന്നപ്പോൾ ഒരു ജലാശയത്തിൽ നിന്ന് മാൻ ആട്ടിൻകുട്ടിയെ വെള്ളം കുടിപ്പിക്കുന്നത് കണ്ടു. പക്ഷേ സിംഹത്തെ കണ്ടിട്ടും മാൻ ഓടിപ്പോയില്ല. സിംഹം ആക്രമിക്കാൻ ഒരുങ്ങിയപ്പോൾ മാൻ ശാന്തമായി ഇങ്ങനെ ചോദിച്ചു, പ്രഭോ, എന്നെ ഒന്നും ചെയ്യരുത്. ആദ്യം ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് പറയും. സിംഹം പറഞ്ഞു, നീ എൻ്റെ സുഹൃത്തായ ആടിൻ്റെ കുട്ടിയെ തട്ടിക്കൊണ്ടുവന്നു. മാൻ സമാധാനത്തോടെ മറുപടി പറഞ്ഞു, അല്ല, അതൊരു തെറ്റിദ്ധാരണയാണ്. ഈ ആട്ടിൻകുട്ടി വെള്ളം കുടിക്കാൻ പോയ തടാകത്തിൽ ഒരു മരിച്ച പാമ്പ് കിടക്കുന്നുണ്ടായിരുന്നു. ഒരു കഴുകൻ അതിനെ എടുത്തുകൊണ്ട് പോയെങ്കിലും ആ വെള്ളത്തിൽ ഇപ്പോഴും പാമ്പിന്റെ വിഷാംശം ഉണ്ടായേക്കാം. ആ വെള്ളം കുടിച്ച് ആട്ടിൻകുട്ടിക്ക് ഒന്നും സംഭവിക്കാതിരിക്കാനും അതിനെ ശുദ്ധജലം കുടിപ്പിക്കാനും വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. സത്യം മനസ്സിലാക്കിയ സിംഹം ആട്ടിൻകുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി അതിൻ്റെ അമ്മയെ ഏൽപ്പിച്ചു. അമ്മയാട് ചോദിച്ചു, ആ മാനിനെ കൊലപ്പെടുത്തിയോ? ഇല്ല, സിംഹം പറഞ്ഞു. അതിനുശേഷം എല്ലാ സത്യവും അതിനെ പറഞ്ഞു മനസ്സിലാക്കി. ആരെയെങ്കിലും കുറിച്ച് പൂർണ്ണ സത്യമറിയാതെ ഒരിക്കലും വിധി എഴുതരുത്. കാരണം കാണുന്നതെല്ലാം സത്യമാകണമെന്നില്ല.